ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാൽ. ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർശീതാംശുതുല്യഃ പ്രഭാം ഗൗരീദേഹസമുദ്ഭവാം ത്രിജഗദാം ആധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനിം. മാതർമേ മധുകൈടഭാഗ്നിമഹിഷഃ പ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്ത്യംബികേ സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൽത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പരാം അംബികാം. ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള പല്ലുകളെ കുറിച്ചാണ്, ദന്തങ്ങളെ കുറിച്ചാണ് അടുത്ത നാമത്തില് വർണ്ണിക്കുന്നത്. വാഗ്ദേവതമാര് ഭഗവതിയുടെ പല്ലുകളെ കുറിച്ചാണ്, ദന്തങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഒരു താത്വികമായിട്ട് ഒക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന, ഇത് താത്വികമായി വർണ്ണിക്കേണ്ടുന്ന, വ്യാഖ്യാനിക്കേണ്ടുന്ന നാമമാണ് അടുത്തത്. നാമം ഇങ്ങനെയാണ്: ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ഒരിക്കൽ കൂടി വായിക്കാം: ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ശുദ്ധവിദ്യ അങ്കുരിച്ചതാണോ, ഉണ്ടായതാണോ, അല്ലെങ്കിൽ മുളപൊട്ടി വന്നതാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള 2 വരി പല്ലുകളെ കൊണ്ട് ഉജ്ജ്വലയായവൾ എന്നാണ്. ആ 2 വരി പല്ലുകൾ, മേൽഭാഗത്തെ മേൽവരിയിലെ പല്ലുകളും കീഴ്വരിയിലെ പല്ലുകളും മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭാഗത്തെ 16 പല്ലുകള്, മേലെ 16 പല്ലുകള്, താഴെ 16 പല്ലുകൾ, അങ്ങനെയല്ലേ? 32 പല്ലുകളല്ലേ? അപ്പോ ഈ പല്ലുകളെ കണ്ടിട്ട് വാഗ്ദേവതമാര് പറയാണ്, എന്താണ്? ശുദ്ധവിദ്യ അങ്കുരിച്ചതാണോ, ഉണ്ടായതാണോ, മുളപൊട്ടിയതാണോ എന്ന് തോന്നിക്കുമാറുള്ള 2 വരി പല്ലുകളോടുകൂടി ശോഭിക്കുന്നവൾ. അപ്പൊ ഈ പല്ലുകളെ, 2 വരി പല്ലുകളെ ശുദ്ധവിദ്യയോട് ഉപമിച്ചിരിക്കുന്നു, താരതമ്യം ചെയ്തിരിക്കുന്നു വാഗ്ദേവതമാര്. എങ്ങനെയാണ്? ഈ 2 വരി പല്ലുകളെ വാഗ്ദേവതമാര് ശുദ്ധവിദ്യയോട്, ഇവിടെ ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാല് താത്വികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ശ്രീവിദ്യ എന്നൊക്കെ പറയാം. ശ്രീവിദ്യ എന്ന് പറയുന്ന
ആ ജ്ഞാനം, അറിവ്, അല്ലെങ്കിൽ ആ ഉപാസന മന്ത്രം, അതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇത്. അത് പറയാനുള്ള കാരണം, ശ്രീവിദ്യ എന്ന ആ മന്ത്രത്തില്, അല്ലെങ്കിൽ ശുദ്ധവിദ്യ എന്ന് പറയുന്ന മന്ത്രത്തിന് 16 അക്ഷരങ്ങളുണ്ട്. നമ്മളെ മേൽവരിയിൽ 16 പല്ലുകളും കീഴ്വരിയിൽ 16 പല്ലുകളും അല്ലേ? ദ്വിജപംക്തിയാണ്, 2 വരികളാണ്. ഓരോ വരികളിലും, ദ്വിജ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള അർത്ഥം, ഓരോ വരികളിലും 16 പല്ലുകൾ, താഴെയും മേലെയായിട്ട് 32. അപ്പൊ ഇവിടെ ശുദ്ധവിദ്യയില് ശ്രീവിദ്യ എന്ന് പറയുന്ന ആ മന്ത്രത്തില് 16 അക്ഷരങ്ങളുണ്ട്. ഷോഡശി എന്നൊക്കെ പറയാം. ഷോഡശി എന്ന് പറഞ്ഞാൽ 16. ഷോഡശി വിദ്യ പറഞ്ഞു, അതിന്റെ ശ്ലോകമായിട്ടൊക്കെ ഉള്ള വിപുലമായിട്ടുള്ളതാണ് ലളിതാ സഹസ്രനാമം, സൗന്ദര്യ ലഹരി. ഇത് പഠിച്ചാൽ തന്നെ ശ്രീവിദ്യ മന്ത്രത്തിന് തത്തുല്യമായിട്ടുള്ള ഇതാണ്. ലളിതാ സഹസ്രനാമം നിങ്ങൾ ദിവസം പാരായണം ചെയ്യുകയാണെങ്കിൽ ശ്രീവിദ്യ മന്ത്രം സാധന ചെയ്യുക, അല്ലെങ്കിൽ അത് ഉപാസന ചെയ്യുന്നതിന് തുല്യമാണ്. സൗന്ദര്യ ലഹരി നിങ്ങൾ ദിവസം പാരായണം ചെയ്യുകയാണെങ്കിൽ ഈ ശുദ്ധവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ മന്ത്രം തനിയെ ചൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട. കാരണം അതിലും വിപുലമായിട്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ കൊടുത്തിരിക്കുന്നത് വാഗ്ദേവതമാര്. ഇത് മനസ്സിലാക്കണം വെച്ചാൽ ഉത്തമ ശിഷ്യനായിരിക്കണം, ഉത്തമ ഗുരുവായിരിക്കണം. ആ ഗുരു ശിഷ്യനെ നല്ലതുപോലെ പഠിച്ചിട്ട് വേണം ഇതൊക്കെ മന്ത്ര ദീക്ഷയൊക്കെ എടുക്കണം അതിന്. അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഈ ലളിതാ സഹസ്രനാമത്തിലെ ആ ഉപാസനാമൂർത്തി ഉപാസകരുടെ അമ്മയാണ് എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ മുമ്പില് കുഞ്ഞുങ്ങൾക്ക് എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഇപ്പൊ ശ്രീവിദ്യാ മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ്. ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ലഭിക്കാൻ ഈ ലളിതാ സഹസ്രനാമം ഉതകുന്നതാണ്, സൗന്ദര്യ ലഹരി ഉതകുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ച് വിഷമിക്കേ വേണ്ട. ശുദ്ധവിദ്യ എന്ന് പറയുന്നത് ശ്രീവിദ്യ മന്ത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അത് ഓരോ മനുഷ്യരിലുമുള്ള ആത്മജ്ഞാനത്തെ, ആ ആത്മപ്രകാശത്തെ വികസിപ്പിക്കുന്നതാണ്. അജ്ഞാനാന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രമാണ് എന്ന് താത്വികമായിട്ട് മനസ്സിലാക്കുക. അപ്പോ ശുദ്ധവിദ്യ അങ്കുരിച്ചതാണോ, ശ്രീവിദ്യ എന്ന ആ മന്ത്രം ഉണ്ടായതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള 2 വരി പല്ലുകളോട് കൂടിയവൾ എന്നാണ് അർത്ഥം. ദ്വിജ എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള അർത്ഥമാണ്. ഓരോ വരികളിലും 16 പല്ലുകള്. അങ്ങനെ അതുകൊണ്ടാണ് 2 വരി പല്ലുകൾ എന്ന് പറയാനുള്ള കാരണം. പറയാം, ശുദ്ധവിദ്യ അല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന മന്ത്രം ഉണ്ടായതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പല്ലിന്റെ നിര കൊണ്ട് ഉജ്ജ്വലയായവൾ എന്ന് അർത്ഥം.